ചോദ്യം: ലൈലത്തുൽ ഖദർ റമദാനിലെ ഇന്ന രാത്രിയാണെന്ന് വെളിവാക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ, നമ്മുടെ നാടുകളിൽ റമദാൻ 27-ാം രാവ് ലൈലത്തുൽ ഖദറാണെന്ന നിലയ്ക്ക് ആചരിക്കുകയും കൂടുതൽ ആരാധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇതെന്തടിസ്ഥാനത്തിലാണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഇതിനെതിരാണല്ലോ. ഉത്തരം: ലൈലത്തുൽ ഖദർ റമദാനിലെ 27-ാം രാവിലാകാനാണ് കൂടുതൽ സാധ്യതയെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, ലൈലത്തുൽ ഖദർ റമദാൻ 21-ാം രാവോ 23-ാം രാവോ ആകാൻ സാധ്യതയുണ്ടെന്നാണ്. 27-ന് ഉണ്ടാവുകയില്ലെന്നല്ല. കൂടുതൽ പ്രതീക്ഷിക്കപ്പെടാവുന്ന രാത്രിയാണെന്ന നിലക്കും പ്രസ്തുത സ്വഹാബിയുടെ ഉറച്ച അഭിപ്രായത്തെ മാനിച്ചുമാണ് നമ്മുടെ നാടുകളിൽ റമദാൻ 27-ാം രാവ് പ്രാധാന്യത്തോടെ ആചരിക്കുന്നത്. ചോദ്യം: ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് 10 ദിവസം റമദാൻ നോമ്പനുഷ്ഠിച്ചു. നാട്ടിൽ വന്നപ്പോൾ ഇവിടെ 8 മാത്രമേ ആയിട്ടുള്ളൂ. എനിക്ക് 30 വ്രതം പൂർത്തിയാകുമ്പോൾ നാട്ടിൽ 28 മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈദുൽ ഫിത്ർ കഴിക്കേണ്ടത് ഏതടിസ്ഥാനത്തിലാണ്? ഉത്തരം: താങ്കൾ ഏത് നാട്ടിലേക്കാണോ വന്നത് ആ നാട്ടുകാരോട് യോജിക്കേണ്ടതാണ്. 30 നോമ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ആ നാട്ടിൽ എത്തുമ്പോഴേക്കും അവരുടെ വിധി വരുന്നവർക്കും ബാധകമാകുന്നതാണ്. ചോദ്യം: റമദാൻ മാസത്തിൽ പിശാചുകളെ ചങ്ങലക്കിടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ റമദാൻ മാസത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്തുകൊണ്ട്? ഉത്തരം: അത് ദേഹേച്ഛയ്ക്ക് വഴിപ്പെട്ട് ചെയ്യുന്നതാണ്. പൈശാചിക പ്രേരണയ്ക്ക് വിധേയമായി ജീവിച്ചതിൻ്റെ ഫലമായാണ് മനുഷ്യൻ ദേഹേച്ഛയ്ക്ക് വഴിപ്പെടുന്നത്. പിശാചിനെ ചങ്ങലക്കിടുമെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ശരിയായ നിലക്ക് നോമ്പനുഷ്ഠിക്കുന്നവരിൽ നിന്ന് പൈശാചിക പ്രവർത്തനങ്ങൾ ഇല്ലാതാകും എന്നാണ്. ചോദ്യം: ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ലൈലത്തുൽ ഖദ്ർ ഒരു രാത്രി തന്നെയാണോ? എങ്കിൽ രാപ്പകൽ ഭിന്നമായ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉത്തരം: ലൈലത്തുൽ ഖദ്ർ എല്ലാ സ്ഥലത്തും ഒരേ രാത്രി തന്നെയാണ്. എങ്കിലും ഭൂമിയെ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ഒരു ദിവസത്തിൽ ആകെ രാത്രി 24 മണിക്കൂറും ആകെ പകൽ 24 മണിക്കൂറുമാണ്. അതായത് നിശ്ചിത പ്രദേശത്ത് നിന്ന് ആരംഭിക്കുന്ന രാത്രി 24 മണിക്കൂർ ഭൂമിയെ ചുറ്റിക്കൊണ്ടാണ് വീണ്ടും ഇവിടെ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഒരു രാത്രി ലൈലത്തുൽ ഖദ്റായാൽ അത് ഭൂമിയിൽ എല്ലായിടത്തും എത്തുമല്ലോ. ചോദ്യം: ഒരു ചുമട്ടുതൊഴിലാളിക്ക് വ്രതമനുഷ്ഠിച്ചാൽ ജോലി ചെയ്യാൻ സാധ്യമല്ല. ജോലി ചെയ്യാതിരുന്നാൽ കുടുംബം പട്ടിണിയിലുമാണ്. എന്തു ചെയ്യണം? ഉത്തരം: ഇത്തരക്കാർക്ക് റമദാൻ വ്രതം ഉപേക്ഷിക്കാൻ ഒരു വകുപ്പുമില്ല. അത് നിർബന്ധം തന്നെയാണ്. തൊഴിലിലേർപ്പെടുമ്പോൾ അസഹ്യമായ വിശപ്പ്, ദാഹം ആദിയായവ കൊണ്ട് മരണഭയം ഉണ്ടായാൽ അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ്. ചോദ്യം: പ്രായപൂർത്തിയായ ഒരു വ്യക്തി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് നോമ്പ് നഷ്ടപ്പെടുത്തി. അതിന് ശർഅ നിശ്ചയിച്ച പ്രായശ്ചിത്തത്തെക്കുറിച്ച് അന്ന് ഇയാൾക്ക് അറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേക്കുറിച്ച് ഇയാൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ ആ നഷ്ടപ്പെടുത്തിയ നോമ്പിൻ്റെ വിധിയെന്ത്? ഈ പറഞ്ഞ പ്രായശ്ചിത്തത്തിനൊന്നും കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയാൽ മതിയാകുമോ? ഉത്തരം: ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ഒരു മുഅ്മിനായ അടിമയെ സ്വതന്ത്രമാക്കുകയോ അതിന് കഴിവില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കുകയോ വേണം. അതിനും സാധ്യമല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകണം. ഇവക്കൊന്നും കഴിവില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. എപ്പോഴെങ്കിലും ഇതിലൊന്ന് നിർവഹിക്കാൻ സാധ്യത കൈവന്നാൽ ഉടൻ ചെയ്തു തീർക്കണം. അല്ലാതെ വെറും തൗബ കൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുന്നതല്ല. ഇതിനു പുറമെ സംയോഗം കൊണ്ട് നഷ്ടപ്പെട്ട ആ നോമ്പ് ഖളാ വീട്ടുകയും പിന്നിട്ട വർഷങ്ങൾക്ക് ഒരു വർഷത്തിന് ഒരു മുദ് എന്ന രൂപത്തിൽ പിന്തിച്ചതിനുള്ള പരിഹാരമായി ഓരോ മുദ് വീതം പ്രായശ്ചിത്തം നൽകുകയും വേണം. ചോദ്യം: അടുക്കള ജോലി നിമിത്തം റമദാനിൽ പല ആരാധനകളും ചെയ്യാൻ കഴിയാതെ വരുന്നു. നോമ്പുകാർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നതിനാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഞങ്ങൾക്കും ലഭ്യമാവുമോ? ഉത്തരം: നോമ്പുകാരെ സഹായിച്ചതിൻ്റെ പേരിൽ പ്രതിഫലം കിട്ടാൻ അർഹതയുണ്ട്. ഒഴിവു സമയങ്ങളിൽ ആരാധനകളിൽ മുഴുകുകയാണ് വേണ്ടത്. അടുക്കള ജോലികൾ തന്നെ ആരാധനയാക്കാം. ഏഷണി, പരദൂഷണം തുടങ്ങിയ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുകയും ആ സമയങ്ങളിലൊക്കെ ദിക്റുകളും മറ്റും ഉരുവിടുകയും ചെയ്യാമല്ലോ. ചോദ്യം: ഗർഭനിരോധന ഉറ ഉപയോഗിച്ച് റമദാനിലെ പകലിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ഭർത്താവിന് കഫാറത്ത് ബാധകമാകുമോ?
ഉത്തരം: തെറ്റായ ഈ പ്രവൃത്തി മൂലം നോമ്പ് മുറിയുന്നതാണ്. ഗർഭനിരോധന ഉറകൾ കഫാറത്തിന് തടസ്സമാവില്ല. ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിനാൽ പ്രായശ്ചിത്തം നൽകൽ ഭർത്താവിന് നിർബന്ധമാവും. ഭാര്യയുടെ നിർബന്ധത്തിലാണ് ബന്ധപ്പെട്ടതെങ്കിലും. ചോദ്യം: ഫർള് നോമ്പ് ഖളാ വീട്ടാനുള്ളവർ നേർച്ച നോമ്പനുഷ്ഠിച്ചാൽ സഹീഹാകുമോ? ഉത്തരം: സഹീഹാകും. ഖളാ വീട്ടാനുള്ളത് വീട്ടൽ നിർബന്ധവുമാണ്.